ചേലാമറ്റം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ കർക്കിടക വാവ് ബലിതർപ്പണത്തിനും ദർശനത്തിനും വിപുലമായ സൗകര്യങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞു. ഓഗസ്റ്റ് 11-ന് അർദ്ധരാത്രി തുടങ്ങി ഓഗസ്റ്റ് 12-ന് ഉച്ചയ്ക്ക് 2 മണിയോടെ ചടങ്ങുകൾ സമാപിക്കും. ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന പെരുമ്പാവൂർ ചേലാമറ്റം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ കർക്കിടക വാവ് ബലിതർപ്പണത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. വൃന്ദാവനം ഗസ്റ്റ് ഹൌസിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്രം ഭാരവാഹികളും മാധ്യമപ്രവർത്തകരും പങ്കെടുത്തു. പിതൃമോക്ഷദായക ധ്യാനത്തിലുള്ള ശ്രീകൃഷ്ണസ്വാമിയുടെയും നരസിംഹമൂർത്തിയുടെയും പ്രതിഷ്ഠ കൊണ്ടും അപൂർവമായി പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടൊഴുകുന്ന പുണ്യനദിയുടെ സാന്നിധ്യം കൊണ്ടും ചേലാമറ്റം ക്ഷേത്രത്തിൽ ബലിതർപ്പണം നടത്തുന്നത് കാശിക്ക് തുല്യമായിട്ടാണ് കണക്കാക്കുന്നതെന്ന് ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു. ചേലാമറ്റം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ കർക്കിടക വാവ് ബലിതർപ്പണം ആഗസ്റ്റ് 11-ാം തീയതി അർദ്ധരാത്രി 12 മണി മുതൽ 12-ാം തീയതി പകൽ 2 മണി വരെ നടത്തപ്പെടുകയാണ്. ഭക്തജനങ്ങൾക്ക് സുഗമമായ രീതിയിൽ ബലിതർപ്പണം നടത്തി ക്ഷേത്ര ദർശനം നടത്തി തിരികെ പോകുന്നതിലേക്ക് വിശാലമായ സംവിധാനങ്ങളാണ് ക്ഷേത്ര ട്രസ്റ്റിൻ്റെ ഭാഗത്തുനിന്നും ഒരുക്കിയിട്ടുള്ളത്. മഴ നനയാതെ പോകുന്നതിലേക്ക് വേണ്ടിയിട്ട് ക്ഷേത്ര കടവിലും പരിസരത്തും വിശാലമായ പന്തൽ ഒരുക്കിയിട്ടുണ്ട്. ഒരേ സമയം 1000-ലധികം പേർക്ക് ബലിതർപ്പണം നടത്തുന്നതിലേക്ക് ബലിതറകൾ സജ്ജമാക്കിയിട്ടുണ്ട്. പുഴയിൽ സ്കൂബ ടീം അടക്കമുള്ള മുങ്ങൽ വിദഗ്ധരെയും അതുപോലെ സിവിൽ ഡിഫൻസ് ഉദ്യോഗസ്ഥരെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് പുലർച്ചെ 6:30 മണി മുതൽ പ്രഭാത ഭക്ഷണവും തുടർന്ന് ഉച്ചഭക്ഷണവും സൗജന്യമായി നൽകുന്നതിനുള്ള ഏർപ്പാടുകൾ നടത്തിയിട്ടുണ്ട്. 6,35,00,000 രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനിയുമായി ഏർപ്പെട്ട് തീരുമാനിച്ച് ഉറപ്പിച്ചിട്ടുണ്ട്. അതുപോലെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിലേക്ക് 6 പാർക്കിംഗ് ഗ്രൗണ്ടുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. കൂടാതെ ഈ ക്ഷേത്രത്തിലേക്ക് വരുന്ന വാഹനങ്ങളെല്ലാം തന്നെ ചേലാമറ്റം ജംഗ്ഷൻ വഴി ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കേണ്ടതും തുടർന്ന് ഒക്കൽ വഴി MC റോഡിലേക്ക് ചെന്ന് പോയി 1 വേ സംവിധാനത്തോടെയായിരിക്കും പോകാൻ വേണ്ടിയിട്ട് സജ്ജമാക്കിയിട്ടുള്ളത്. വലിയ വാഹനങ്ങൾ ആലിഞ്ചോട് ഭാഗത്തുള്ള KSRTC എന്ന താൽക്കാലിക ഗ്രൗണ്ടിൽ പാർക്ക് ചെയ്തിട്ട് യാത്രക്കാരെ ഇറക്കി തിരികെ വല്ലം വഴി MC റോഡിലേക്ക് പ്രവേശിക്കുന്ന രീതിയിലുമാണ് സംവിധാനം ചെയ്തിട്ടുള്ളത്. ക്ഷേത്രത്തിൻ്റെ നിലവിലുള്ള സെക്യൂരിറ്റി ജീവനക്കാർ കൂടാതെ വാൻഗാർഡ് എന്ന പ്രൈവറ്റ് സെക്യൂരിറ്റി ബന്ധപ്പെട്ട് 70ഓളം സെക്യൂരിറ്റി ജീവനക്കാരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. പോലീസിൻ്റെ ഭാഗത്തു നിന്നും 100-ലധികം ഉദ്യോഗസ്ഥർ ഉണ്ടായിരിക്കുമെന്നുള്ള വിവരങ്ങളും നമ്മളെ അറിയിച്ചിട്ടുണ്ട്. ആംബുലൻസ് സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. രാത്രി 10 മണി മുതലാണ് 1 വേ സംവിധാനം ഏർപ്പെടുത്താൻ വേണ്ടി ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. പുലർച്ചെ 6 മണി മുതൽ അങ്കമാലി ഡിപ്പോയിൽ നിന്നും പെരുമ്പാവൂർ ഡിപ്പോയിൽ നിന്നും KSRTC സർവീസുകൾ ആരംഭിക്കുമെന്നുള്ള വിവരവും ഏർപ്പെടുത്തി അറിയിച്ചിട്ടുണ്ട്. ദിശാബോർഡുകൾ കൃത്യമായിട്ട് വയ്ക്കുന്നുണ്ട്. കൂടുതൽ CCTV ക്യാമറകൾ ചെയ്തിട്ടുണ്ട്. ഗ്രീൻ പ്രോട്ടോകോൾ പ്രകാരമുള്ള നടപടിക്രമങ്ങൾ ആണ് പൂർത്തീകരിച്ച് വരുന്നത്. 12-ാം തീയതി പുലർച്ചെ 3 മണിക്ക് തന്നെ ക്ഷേത്രനട തുറക്കുന്നതാണ്. ക്ഷേത്രം തന്ത്രി നെടുമ്പള്ളി തരണനല്ലൂർ ഗോവിന്ദൻ തിരുമേനിയുടെ മുഖ്യ കാർമ്മികത്തിലാണ് പൂജാ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. നമസ്കാരം, തിലഹവനം, ബലിതർപ്പണം എന്നിവ കൂടാതെ കർക്കിടക വാവിനോടനുബന്ധിച്ച് ദ്വാദശനാമ പൂജ, മൃത്യുഞ്ജയ ഹോമം, തിലഹവനം തുടങ്ങിയ വിശേഷാൽ പൂജകളും പ്രത്യേകമായി നടത്തും. ക്ഷേത്രത്തിനകത്തും നടപ്പന്തലിലും നിവേദ്യ വിതരണ കൗണ്ടറുകളും ഒരുക്കിയിട്ടുണ്ട്. പെരുമ്പാവൂർ അങ്കമാലി ഡിപ്പോയിൽ നിന്നും KSRTCയുടെ സ്പെഷ്യൽ സർവീസും ഉണ്ടാകും. പ്രസിഡന്റ് BH ഹരിദാസ്, വൈസ് പ്രസിഡന്റ് TR ഉണ്ണികൃഷ്ണൻ, സെക്രട്ടറി C ഹരി, ജോയിന്റ് സെക്രട്ടറി ശ്രുതിൻ ചന്ദ്രൻ, ട്രഷറർ CR ജയചന്ദ്രൻ നായർ, കമ്മിറ്റി അംഗങ്ങളായ PN ഗൗരിശങ്കർ, MA അശോകൻ, TB പ്രസാദ്, PS വേണുഗോപാൽ, അഡ്മിനിസ്ട്രേറ്റർ TK രാജീവ്, ദേവസ്വം മാനേജർ KS പ്രസാദ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒക്കൽ.